ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എൻ.ഡി.എ അല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്തു നടന്നുവെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതാണ്. അതിന്റെ ആവർത്തനമാണ് ബീഹാറിൽ സംഭവിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ്. നിഷ്പക്ഷവും നീതിപൂർവവുമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും കൂടി ഉണ്ടാക്കിയ അട്ടിമറിയാണ്. എന്തു വേണമെന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. മോദി ഷാ ഭരണത്തിന്റെ കീഴിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നുള്ള ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ബീഹാറിൽ നിന്നുള്ളത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് ജനകീയ വിചാരണയാത്രയിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അന്തിമഘട്ടത്തിലെത്തുമ്പോൾ എൻ.ഡി.എ വൻ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. നിലവിൽ എൻ.ഡി.എ 21 സീറ്റിലും മഹാസഖ്യം 32 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. മഹാസഖ്യം തകർന്നടിയുന്ന നിലയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ 10 വർഷത്തെ എൽ.ഡി.എഫിന്റെ ദുർഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയും കൊള്ളയും നടത്തുകയാണ്. പരാജയപ്പെടുന്നതിന് മുമ്പേ മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് നന്നായി. ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലാണ് 5 വർഷത്തെ ഭരണം. കോഴിക്കോട് സ്ഥിരതാമസമാക്കാം. തിരുവനന്തപുരത്തേക്ക് വരാൻ ജനം സമ്മതിക്കില്ല. അത്ര വലിയ ദുർഭരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താൻ ഒഴിഞ്ഞു പോയാലെങ്കിലും 10 വോട്ട് എൽ.ഡി.എഫിന് കിട്ടുമെന്ന ചിന്തയാണ് പ്രേരിപ്പിച്ചത്. പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ലെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. കിലോ ബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു. ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം. യൂറോടെക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും. കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9995004661. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.